ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിതാ എന്നത്തെയും ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ട് എന്നും നമ്മൾ ചായക്കുള്ള വെള്ളമല്ലേ വെക്കാറ്. ഇന്ന് ചായക്കുള്ള വെള്ളമല്ല കേട്ടോ, കുറച്ച് വെള്ളം ചൂടാക്കുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. തിളപ്പിച്ചുകൊണ്ട് എടുക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വല്ലാത്ത ചായ അഡിക്റ്റഡ് ഗേളാണെന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. എനിക്ക് എത്ര ചായ കിട്ടിയാലും തികയൂല. അത് എനിക്ക് പാൽ ചായയേക്കാളും കൂടുതൽ ചായ കുടിച്ചിക്കൂടുമെന്ന് തോന്നണമെങ്കിൽ എനിക്ക് കട്ടൻ ചായ കുടിക്കണം കേട്ടോ. പാൽ ചായ എന്ന് പറയുന്നത് നമ്മൾ വല്ല ജ്യൂസൊക്കെ കുടിക്കണ പോലെ കുടിക്കാനാണ് എനിക്കിഷ്ടം. എപ്പോഴെങ്കിലുമൊക്കെ കൂടുതൽ എനിക്കിഷ്ടം കട്ടൻ ചായയാണ് കേട്ടോ. അത് ചെറുതിലേ തൊട്ടേ അങ്ങനെ ശീലമായതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കട്ടൻ ചായ ഞാനൊന്ന് സ്കിപ്പാക്കി നോക്കിയാലോ എന്നൊരു സംശയമല്ല, ഒരു ഉദ്ദേശം. അപ്പോൾ നടക്കുമല്ലേ എന്നൊന്നും അറിയില്ല, നടക്കൂല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം എന്നെ കൊണ്ട് ചായ അങ്ങനെ പെട്ടെന്ന് നിർത്തുക എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ എന്താവും സംഭവിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് ചൂടുവെള്ളം രാവിലെ എണീച്ചപാട് കുടിച്ചിട്ടുണ്ട്. ചായ മാക്സിമം ഒഴിവാക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കും അങ്ങനെ ചായ കൊടുക്കണം അത്ര നല്ലതല്ലല്ലോ. നമ്മൾ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചായ കൊടുക്കാനേ പാടില്ല എന്നാണ് കേട്ടോ. പക്ഷേ നമുക്കാണെങ്കിൽ ചായ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിക്കണമെന്ന് തോന്നൂലല്ലോ. അത് കാരണം നമ്മൾ മക്കൾക്കും കൊടുക്കും, നമ്മളും കുടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒഴിവാക്കുന്നതിനോടൊപ്പം അവർക്ക് ഒഴിവാക്കുക. വൈകുന്നേരം ഇപ്പോൾ ഞാൻ അവർ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ എന്തെങ്കിലും ജ്യൂസ് ആക്കാറാണ് കേട്ടോ. രാവിലെ പിന്നെ ചായക്ക് പകരം വെള്ളവും കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് 2 ദിവസമായിട്ട്. ഇന്നലത്തെ വീഡിയോ എന്ന് പറയുന്നതിൽ ചായ കാണുന്നുണ്ടാവും. അത് ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, മിനിയാന്നത്തെ വീഡിയോ ആയിട്ടാണ്. ഇനിയിപ്പോൾ നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി ഈസി കുക്കിൽ വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ അത് കറണ്ടില്ല കേട്ടോ, കറണ്ട് പോയിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ചോറിനുള്ള അരി ഒന്ന് കുക്കറിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നമ്മൾ നൂൽപുട്ടൊക്കെ റെഡിയാക്കുമ്പോഴേക്കും ചോറ് വെന്ത് റെഡി ആയിക്കോളുമല്ലോ. ഓരോ പണി നമ്മളുടെ മനസ്സിൽ ഓരോ പ്ലാനിങ് ഉണ്ടാവണം കേട്ടോ. ആ പ്ലാനിങ്ങിനനുസരിച്ച് അങ്ങനെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് രാവിലെ വലിയ ടെൻഷനും ഒന്നുമില്ലാതെ തന്നെ നമ്മളുടെ പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ. ഈ സ്കൂള് അതുപോലെ മദ്രസും ഒക്കെ കൂടെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാവിലെ കുട്ടികളെയും ഒക്കെ കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ മക്കളൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഈ ഒരു രാവിലത്തെ ടൈം എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മൾ ഒരു പണിമ തന്നെ നിൽക്കാണ്ട് ആ ഒരു ടൈമിൽ എത്രത്തോളം പണികൾ തീർക്കാൻ പറ്റും അത്രത്തോളം പണികൾ തീർത്ത് കഴിഞ്ഞാൽ ബാക്കി ടൈം ഫുള്ള് നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ. ഫ്രീ ടൈമായിട്ട് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ചോറിനുള്ള അരി ഞാൻ കഴുകിങ്ങാണ്ട് കുക്കറിൽ ഇട്ട് കൊടുത്ത് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൂൽപുട്ടിനുള്ളത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ നൂൽപുട്ട് കുഴച്ച് റെഡി ആകുമ്പോഴേക്കും ചോറ് അവിടെ സെറ്റായി കിട്ടിക്കോളും. ഇനിയിപ്പോൾ നൂൽപുട്ട് ഞാൻ അത്യാവശ്യം നല്ല പോലെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ പൊടിക്കനുസരിച്ചിട്ടാണ് കേട്ടോ നൂൽപുട്ട് റെഡിയായി. വെള്ളം തിളപ്പിക്കുക, അതേപോലെ ചിലർ പറയും തിളക്കാനാവുമ്പോൾ ഓഫാക്കുക, ചിലർ പറയും തിളച്ച വെള്ളം കൊണ്ടാണ് കുഴക്കാറെന്നൊക്കെ പറയില്ലേ. അത് ഓരോ പൊടിക്കനുസരിച്ചിട്ടാണ് തോന്നുന്നു. ഞാൻ ആദ്യമൊന്നും നൂൽപുട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രത്തുമ്മ കൂടിയും സിങ്കിലും നോക്കണോടത്തൊക്കെ നൂൽപുട്ടിൻ്റെ ഇതായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ എന്താ പറയുക സെറ്റാവില്ലായിരുന്നു. അങ്ങനെ പീച്ചിയാൽ പോരൊന്നും ചെയ്യൂലായിരുന്നു കേട്ടോ. ഭയങ്കര ഇനിയിപ്പോൾ ഉണ്ടാക്കിയാൽ തന്നെ കഷ്ടപ്പെട്ട് പീച്ചെടുത്താൽ തന്നെ അത് ഭയങ്കര ഹാർഡായിട്ട് ഭയങ്കര ബലമായിരുന്നു കേട്ടോ. ആ നൂൽപുട്ട് തറവാട്ടിലായിരുന്ന സമയത്തൊക്കെ എനിക്ക് നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സംഭവിച്ചിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ ഉണ്ടാക്കി പഠിച്ചത് കൊണ്ടാണോ അതോ പൊടിയുടെ എന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എപ്പോൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റായിട്ടുള്ള നൂൽപുട്ട് കിട്ടുകയും ചെയ്യും. നല്ല ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ പീച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നൂൽപുട്ട് 3 പ്ലേറ്റാണുള്ളത്. ആ 3 പ്ലേറ്റിലും പീച്ചി വെച്ചതിന് ശേഷം ഞാനിതാ അതിലേക്ക് കിഴങ്ങ് കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം ചൂടാക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വെറുതെ നിൽക്കണ്ട, അതിലേക്കുള്ള കിഴങ്ങൊന്നും ഇവിടെ തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അത് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കറിയിലേക്കുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കാം കേട്ടോ. എന്നാൽ ഗ്യാസ് ഓരോന്ന് ഒഴിയുന്നതിനനുസരിച്ചിട്ട് ഓരോന്ന് അങ്ങനെ വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ട് ഇവിടെ
എൻ്റെ വെള്ളം അവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓരോന്നും ഓരോ തട്ടിൽ വെച്ച് കൊടുത്തുങ്ങാണ്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം വെക്കുള്ളൂ. നൂൽപുട്ടിനൊന്നും അധികം കുക്കിംഗ് ടൈമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് റെഡിയായി കിട്ടുമല്ലോ. ഈ പുട്ട് പോലെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു മാവുണ്ടല്ലോ, അത് വെള്ളമൊഴിച്ച് സെറ്റാക്കണം. അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാൻ ഒരു പണിയില്ല കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് നൂൽപുട്ട് ഉണ്ടാക്കണത് പത്തിരി ഉണ്ടാക്കണതിന് മേനിയായിരുന്നു കേട്ടോ, അത്രത്തോളം പണിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ എനിക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നൂൽപുട്ട് അത് ആവി കയറാൻ വെച്ച ആ ഒരു ടൈമിൽ ഞാൻ അതിലേക്ക് കറിയിലേക്കുള്ള ഉള്ളി, തക്കാളി, കിഴങ്ങ് അതൊക്കെ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ നൂൽപുട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ, അതാണ് ആ പ്ലക്കർ വെച്ച് പിടിക്കണത്, അല്ലാതെ ആവി കയ്യുമ്മക്ക് വരികയാണ്. ഇനിയിപ്പോൾ അതാ അത് ചൂടോടുകൂടെ എടുത്തു കഴിഞ്ഞാൽ കൈ പൊള്ളുമെന്ന് വിചാരിച്ച് ഞാനൊരു തവി വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര സോഫ്റ്റായിട്ട് കണ്ടില്ലേ, അത്രയും സോഫ്റ്റായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറെന്ന് അറിയും കേട്ടോ, കാരണം അത്യാവശ്യം അതിൽ ഞാൻ ഇങ്ങനെ പീച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പും കൂടി, മൊത്തം 6 നൂൽപുട്ടിന്. ഈ നൂൽപുട്ടിന് നല്ല പൊടി വേണം കേട്ടോ, പത്തിരിനേക്കായും പൊടി വേണം നൂൽപുട്ടിന് എന്ന് പറയണേക്കാം. അത് സത്യം തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6 നൂൽപുട്ടാണ് ഞാനിപ്പോൾ ഇത്രയും പൊടി കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അത് പത്തിരിയാണെങ്കിൽ എന്തായാലും ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് അടുത്ത ട്രിപ്പും കൂടെ അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഇനി നമുക്ക് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ തുറന്ന് നോക്കിയപ്പോൾ കുറച്ചൊന്ന് വേവ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ഒന്നും കൂടെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നൂൽപുട്ട് ഞാൻ 2ാം ട്രിപ്പും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ വലിയ കുക്കർ എടുക്കാറില്ല കേട്ടോ, കാരണം അതിൻ്റെ വിസിൽ പൊട്ടിക്കുകയാണ്. അപ്പോൾ അത് കാരണം അത് വിസിലടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ചെറിയ കുക്കറിൻ്റെ വിസിലെടുത്തിട്ട് അത് തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത്. അതിൻ്റെ വിസിലെടുത്ത് ഇതിമേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താവുക, വിസിലടിക്കുമോ എന്നൊന്നും അറിയൂല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു കുക്കർ മേടിക്കേണ്ടി വരും, കാരണം ഇപ്പോൾ 2-3 തവണയായി കുക്കറിൻ്റെ അടുപ്പ് അതിൻ്റെ ആ ഒരു വാസറുണ്ടല്ലോ അത് മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ എന്നിട്ടും അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്ത പോലെയാണ് കേട്ടോ. ഈ ഒരു കുക്കർ നമുക്ക് ഫ്രീ ആയിട്ട് ഈസി കുക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഒരു കുക്കറും കൂടി ഇൻഷാ അല്ലാഹ് ഇനി മേടിക്കണം. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിസിൽ അടിക്കൂല കേട്ടോ, പക്ഷേ വിസിൽ അടിക്കണ ആ ഒരു എന്താ പറയുക, ആ ഒരു ടെമ്പറായിങ്ങാണ്ട് അതിൻ്റെ ആ ഒരു ആവിയിൽ ദമ്മായി കിടന്നിട്ട് കിഴങ്ങൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ടാകുന്നു കേട്ടോ, കുറച്ച് ടൈം കൊണ്ടാണെങ്കിൽ കൂടെ. അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്ത് ആ ഒരു ടൈമിൽ ഞാനിതവിടെ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ മുമ്പൊക്കെ, അതുപോലെ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിലൊക്കെ ഈ പാത്രം കഴുകൽ എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിരുന്നൊരു പണി പാത്രം കഴുകലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം എന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും കേട്ടോ, പാത്രം കഴുകലാണെന്ന്. ഒട്ടുമിക്ക ആൾക്കാരുടെയും മെയിൻ പ്രശ്നമായിരിക്കുമല്ലേ ഈ പാത്രം കഴുകൽ ഇഷ്ടമല്ലാത്ത. അത് വേറെ ഒന്നും കൊണ്ടല്ല, എത്ര കഴുകിയാലും തീരൂല പറയില്ലേ, ആ ഒരു രൂപത്തിലാണ് ഈ പാത്രം കഴുകൽ എന്ന് പറയുന്നത്. അത് കാരണം ഇപ്പോൾ എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഒരു നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് അപ്പം അതിൻ്റെ പാത്രങ്ങൾ ഉണ്ടാവില്ല, അത് അപ്പം കഴുകിയേക്കും. എന്നിട്ട് പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പാത്രം വരുമല്ലോ, അത് അപ്പം കഴുകിയേക്കും. അങ്ങനെ ഗ്യാപ്പിൽ പാത്രങ്ങൾ കഴുകി പിന്നെ നമ്മുടെ കുക്കിംഗ് കഴിയുമ്പോഴേക്കും സിങ്കിൽക്ക് നോക്കുമ്പോഴേക്കിന് പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഓരോന്നും ഇതേപോലെ ഇപ്പോൾ കണ്ടോ, ആ കുക്കർ അപ്പം തന്നെ ഒന്ന് വെള്ളം പാർന്നെങ്ങാണ്ട് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകണോണ്ട് നമുക്ക് ഒന്നിച്ച് ഇതൊക്കെ പാടെ കാണുമ്പോൾ ഇനിയിപ്പോൾ പാത്രം കഴുകണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് വരില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പണി ഏതാണെന്നുള്ളതൊന്ന് പറയുന്നുണ്ട് കേട്ടില്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി എന്ന് പറയുന്നത് കുക്കിംഗ് ആണ് കേട്ടോ. ക്ലീനിങ്ങിന് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വേണേലും കുക്ക് ചെയ്യാവുന്നതിനോട് എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കറി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് തൂമിച്ചെടുക്കാമെന്ന്. ഇപ്പുറത്ത് കുറച്ച് സോയാബീൻ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറി ഞാൻ തൂമിച്ചെടുത്ത പാടെ തന്നെ ആ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ആ ചട്ടിയിൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പാത്രം കഴുകൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പേരിക്ക് ഒരു 2-3 വഴുതനങ്ങ ഉണ്ടായിരുന്നു, അതൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവാക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും സോയാബീനാണ് കേട്ടോ ഇന്ന് ഇവാക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്, കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചട്ടി തന്നെ ചുഴറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ എടുത്തിതാക്കണേലും നല്ലത് ഇതേപോലെ വെച്ചത് പാത്രത്തിലോട്ട് മാറ്റി ആ ഒരു ചട്ടി തന്നെ ഒന്ന് ചുഴറ്റി വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് പാത്രം കഴുകൽ ഉള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് എണ്ണ ഒഴിച്ച് കടുവറുത്ത് നമ്മളിനി വഴുതനങ്ങ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു പ്ലാനിങ് വേണം കേട്ടോ. നമ്മൾ എണീച്ച് വരുമ്പോൾ തന്നെ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കാനുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യുമ്പോൾ
ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ അപ്പുറത്ത് എന്ത് പണിയെടുക്കും. അത് നമ്മൾ ഓരോന്നും കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ മനസ്സിൽ ടൈം ടേബിൾ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഒന്ന് വേവട്ടെ എന്ന് കരുതി അതിങ്ങനെ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഉച്ചയായാലും അടുക്കളയിൽ നിന്ന് പോരലുണ്ടാവില്ല എന്ന് പറയില്ലേ, അതായിരിക്കും അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വഴുതനങ്ങ വേവിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക, മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക. അത് അവിടെ ഒന്ന് മൂടി വെച്ചതിന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ അതാ സോയാബീൻ മസാല തേച്ചെടുക്കുക. എന്നാൽ പിന്നെ അപ്പുറത്തെ ഗ്യാസ് ഫ്രീ ആയി കിടക്കല്ലേ, അതിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതും വേവിക്കാൻ വെക്കുക. അതിനിടയിൽ വഴുതനങ്ങ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിങ്ങനെ വെന്തോ എന്ന് കരുതി നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സോയാബീൻ ഞാൻ കുറേ ആയിട്ടോ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇന്നലെ കടയിൽ പോയപ്പോൾ ഒന്ന് വാങ്ങിച്ചതായിരുന്നു കണ്ടപ്പോൾ. അപ്പോൾ അതൊന്ന് കോൺഫ്ലോറും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് മസാല തേച്ച് എടുക്കുകയെന്ന് കേട്ടോ. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഡെയിലി വീഡിയോസ് ഇടണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ഡെയിലി വ്ളോഗായിട്ടും അതുപോലെ തന്നെ ഒരു ക്ലീനിങ് റൊട്ടീന്, ഒരു മോർണിംഗ് റൊട്ടീനും, എങ്ങനെ പണികൾ തീർക്കാൻ പറ്റുന്നതും ടൈം മാനേജ്മെൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോൻ്റെ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന പോലെ വീഡിയോ ചെയ്യുമോ എന്ന ടോപ്പിക്ക്, നിങ്ങൾക്കറിയാവുന്ന ടോപ്പിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക കേട്ടോ. കമൻ്റ് ആക്കാനൊന്നും മറന്നു പോകരുത്, എന്താണെന്നുണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, നിങ്ങൾക്ക് ആരുടെയെങ്കിലും കമൻറ്റിന് റിപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇന്നത്തെ വീഡിയോയിലും കൂടെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. കാരണം ഇപ്പോൾ എനിക്കിവിടെ 10 കമൻ്റാണ് കാണണമെങ്കിൽ അതിൽ 6 വരുന്നുള്ളൂ കേട്ടോ. ചിലവരെ കമൻറ്റൊക്കെ ഡിലീറ്റായി പോകുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്, എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ കമൻറ്റിൻ്റെ ലിസ്റ്റിൽ 10 കമൻറ്റ് എന്നൊക്കെ കാണുന്നുണ്ടെങ്കിലും 6 കമൻറ്റിന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ബാക്കി 4 കമൻറ്റ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലവരുടെ കമൻറ്റ് ചിലവർ പറയുന്നുണ്ട് ഡിലീറ്റായി പോകുകയാണ് എന്ന് പറയുന്നേക്കാണുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളിടുന്ന കമൻറ്റിന് റിപ്ലൈ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നൂൽപുട്ടും ഇതൊക്കെ എടുത്തിട്ട്. പിന്നെ മീൻ തലേദിവസം മസാല വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സോയാബീൻ അതാ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ, എന്നാൽ ഭയങ്കര ഹാർഡായി പോവില്ല. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴാണ് ഭയങ്കര ഹാർഡായി പോവുക, ഷാലോ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് അയാനക്കുട്ടി എണീച്ച് വന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. ചായയല്ല, വെള്ളവും നൂൽപുട്ടും കഴിക്കുകയാണ് കേട്ടോ. ഇപ്പുറത്തെ ഈ വാക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ മുന്തിരി കഴുകണ കണ്ടിട്ട് മുന്തിരി വേണം പറഞ്ഞിട്ട് മുന്തിരിയാണ് കേട്ടോ ഇപ്പോഴത്തെ പാത്രത്തിൽ ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത്. അപ്പോൾ ചെറുതിലേ തൊട്ടേ നമ്മൾ മക്കളെയും ഇതുപോലെ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഫുഡാണെന്നുണ്ടെങ്കിലും അവരെയും കൊണ്ട് കഴിപ്പിച്ചിങ്ങാണ്ട് അങ്ങനെ ചെയ്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഓരുടെ പിന്നാലെ നടന്ന് ചില ടൈമിലൊക്കെ ഓരുടെ പൂതിക്ക് നമുക്ക് വാരിക്കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അവർ വാശി പിടിക്കൂല കേട്ടോ. 3 നേരം ഫുഡ് നമ്മൾ വാരിക്കൊടുക്കണം എന്നുള്ളതിന് വാശി പിടിക്കൂല. നമ്മളവരെ ട്രെയിൻ ചെയ്തിങ്ങാണ്ട് കൊണ്ടുവരണം കേട്ടോ. ഫുഡ് കൊടുക്കണതും കാര്യങ്ങൾ അവർക്ക് സ്വയം കഴിപ്പിക്കണതും കാര്യങ്ങളും ഒക്കെ. അയാനക്കുട്ടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ തുണികളുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവന്ന് കയ്യോടെ ഞാനത് മടക്കി എടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ അടിച്ചുവാരലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ തുണി അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെയും ആണെങ്കിൽ പിറ്റേ ദിവസം അവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ എടുത്ത് കൊടുന്ന പാടെ തന്നെ അതങ്ങ് മടക്കി വെച്ചതുകൊണ്ട് ആ പണി അങ്ങ് കഴിഞ്ഞ് കിട്ടിട്ടോ. ഇനിയിപ്പോൾ അത് അടിച്ചുവാരലും തുടക്കലും കഴിഞ്ഞ് അയാനക്കുട്ടീനെ അംഗൻവാടിയിൽ കൊണ്ടാക്കാൻ പോകുകയാണ്. ഇനി എനിക്ക് തിരുമ്പി കുളിക്കാനും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്